ഫെബ്രുവരി 1, 2026 ഒരു ഞായറാഴ്ച ഇന്ത്യൻ പാർലമെന്റ് 2026-27 എന്ന സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. ആ ബഡ്ജറ്റിൽ ഒരു കാരണവശാലും ഒരു ആസ്പിരന്റ് വിട്ടുപോകാൻ പാടില്ലാത്ത ചില മേഖലകളുണ്ട്. അതിലൂടെയാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ യാത്ര ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും എൻട്രിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ശ്യാം ശങ്കർ. നമ്മൾ ഇന്ന് നോക്കുന്നത് ബഡ്ജറ്റ് 2026 എന്ന് പറയുന്ന ഒരു മേഖലയാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ആസ്പിരന്റ് എന്നുള്ള രീതിയിൽ, ഒരു സിറ്റിസൺ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു കാരണവശാലും വിട്ടുപോകാൻ പാടില്ലാത്ത ചില മേഖലകളുണ്ട് നമ്മുടെ ബഡ്ജറ്റിൽ. ആ കാര്യങ്ങൾ എന്തെല്ലാമാണ്, ഏതൊക്കെ ഫണ്ട് എവിടെയൊക്കെയാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ബഡ്ജറ്റ് 2026 ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകളുണ്ട്. ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെയായിരിക്കും ബഡ്ജറ്റ് അവതരിപ്പിക്കുക. നമ്മളുടെ കൈവശം ഉണ്ടാവുന്നത് 3 ഡാറ്റയാണ്. 2026 എന്ന് പറയുന്ന ഒരു സാമ്പത്തിക വർഷം മാത്രമല്ല കേട്ടോ, ഞാൻ പറയുന്നത് വളരെ ആധികാരികമായിട്ട് പറയുമ്പോൾ ഒരു ബഡ്ജറ്റ് മുന്നോട്ട് വയ്ക്കുന്ന സമയത്ത് 3 കാര്യങ്ങളായിരിക്കും ആ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പാർലമെന്റിന് മുൻപാകെ വയ്ക്കുക. ഒന്ന്, ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം. അതായത് ഏതൊരു വർഷത്തേക്കുള്ള സാമ്പത്തിക വർഷത്തേക്കുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ബഡ്ജറ്റ് ആണോ അവതരിപ്പിക്കുന്നത്, ആ ഒരു എസ്റ്റിമേറ്റ് ഡാറ്റ നമ്മുടെ പാർലമെന്റിന് മുൻപാകെ ഉണ്ടാവും. ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ 2026-27 എന്ന് പറയുന്ന സാമ്പത്തിക വർഷത്തേക്കുള്ള ഒരു ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ഉണ്ടാവും. ഇനി റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടി നമ്മുടെ കൈവശം ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇപ്പൊ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബഡ്ജറ്റ് 2025 ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ മാർച്ച് മാസം 31, 2026 വരെ എന്ന് പറയുന്ന ഈ സാമ്പത്തിക വർഷത്തിന്റെ റിവൈസ്ഡ് ബഡ്ജറ്റ്. അതിനോടൊപ്പം തന്നെ നമ്മളുടെ കയ്യിൽ ഉണ്ടാവുന്ന ആക്ച്വൽ ഡാറ്റ എന്ന് പറയുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ ഡാറ്റ ആയിരിക്കും. എന്ന് വെച്ചാൽ 2024-25 എന്ന് പറയുന്ന സാമ്പത്തിക വർഷത്തിന്റെ. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. അതായത് നമ്മളൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മൾക്ക് ആ ഒരു വർഷത്തിന്റെ ഡാറ്റ നമ്മുടെ കൈവശമില്ല. 2026-27 എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പമാണ്. ഇന്ന കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെയൊക്കെ എക്സ്പെക്ട് ചെയ്യും എന്നുള്ള ഒരു സങ്കല്പമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോഴും ഈ സാമ്പത്തിക വർഷത്തിന്റെ ആക്ച്വൽ ഡാറ്റ നമ്മുടെ കൈവശമില്ല. ഇനിയും 2 മാസമുണ്ട്. ഫെബ്രുവരി മാസം 1-ാം തീയതി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ഇനിയും 2 മാസം സമയമുണ്ട് ഏപ്രിൽ 1-ലേക്ക്. അപ്പൊ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്നാണ് നമ്മൾ ഇപ്പോൾ നടന്ന സാമ്പത്തിക വർഷത്തിന്റെ ഡാറ്റയെ കുറിച്ച് അല്ലെങ്കിൽ ആ ബഡ്ജറ്റിനെ കുറിച്ച് നമ്മൾ പറയുക. അപ്പോഴും ഈ പറയുന്ന ധനകാര്യ വകുപ്പ് മന്ത്രി പാർലമെന്റിന്റെ മുൻപാകെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്തും നമ്മുടെ കൈവശമുള്ള റോ ഡാറ്റ എന്ന് പറയുന്നത് 2024-25 എന്ന് പറയുന്ന സാമ്പത്തിക വർഷത്തിലേതാക്കും. അപ്പൊ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ഒരു സാമ്പത്തിക വർഷത്തേക്കുള്ള ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ബഡ്ജറ്റിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ കൈവശം ഉണ്ടാവുക ആക്ച്വൽ ഡാറ്റ എന്ന് പറയുന്നത് പോയ വർഷത്തെ ഡാറ്റ ആയിരിക്കും. എന്ന് വെച്ചാൽ 24-25 എന്ന് പറയുന്ന ഒരു വർഷത്തെ കാര്യം ആക്ച്വൽ ഡാറ്റ ആയിരിക്കും. നമ്മൾ എവിടെയൊക്കെ മേഖലയിൽ നമ്മൾ എസ്റ്റിമേറ്റ് ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെ വിനിയോഗിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ കയ്യിലുണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ വർഷത്തെ കാര്യം എടുക്കുന്നില്ല എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്തത് കഴിഞ്ഞ 2025 ഫെബ്രുവരി മാസത്തിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് ഇന്ന് ഈ ദിവസം എത്തി നിൽക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, ഇനി 2 മാസത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും എന്നുള്ള കാര്യം കൂടി അവിടെ നമുക്ക് ലഭ്യമാകും. അപ്പൊ ഇതാണ് ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം. ഇനി കൂട്ടുകാർക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളാണ്. ഹൽവ സെറിമണിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ കൂട്ടുകാർക്ക് അറിഞ്ഞ കാര്യങ്ങളാണ് അല്ലെ. അപ്പോ അതിൽ പറയാത്തൊരു കാര്യമുണ്ട്. ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു വാചകം അല്ലെങ്കിൽ ഒരു വാക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും പറയുന്നില്ല. പകരം അതിൽ പറയുന്നത് ആർട്ടിക്കിൾ 112 പ്രകാരം AFS എന്നാണ് പറയുക, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഒരു സാമ്പത്തിക വർഷത്തേക്കുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനെയാണ് നമ്മൾ ബഡ്ജറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ കൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് വയ്ക്കുക. ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് ഒരു ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ഉണ്ടാവും. വരുന്ന സാമ്പത്തിക വർഷത്തേക്കുള്ള ഡാറ്റ എസ്റ്റിമേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇനി നമ്മുടെ കയ്യിലുണ്ടാവുന്ന എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക വർഷത്തിന്റെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഉണ്ടാവും. അതിനൊപ്പം തന്നെ പെർഫോമൻസ് ബഡ്ജറ്റ് അല്ലെങ്കിൽ പ്രൊവിഷണൽ ബഡ്ജറ്റ് എന്നുള്ളത് പോയ സാമ്പത്തിക വർഷത്തിന്റെ ബഡ്ജറ്റ് ആയിരിക്കും നമ്മൾ ഉണ്ടാവുക. ഇത് 3 അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരേ സമയത്ത് മുന്നോട്ട് പോവുക. അപ്പോ 2026 എന്ന് പറയുന്ന 77 എന്ന് പറയുന്ന സാമ്പത്തിക വർഷം, ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 53,47,000 കോടി രൂപയുടെ ബഡ്ജറ്റാണ് ഈ വർഷം കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീമതി നിർമ്മല സീതാരാമൻ പാർലമെന്റിന്റെ മുൻപാകെ അവതരിപ്പിച്ചിട്ടുള്ളത്.
അതിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 12,21,000 രൂപ, അത്രയും കോടി രൂപയാണ് എന്ത് ചെയ്യുന്നത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നതിൽ ചെലവാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഫണ്ട് വകയിരുത്തിയിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 50.6 ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നതെങ്കിൽ അവിടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 11,21,000 കോടി രൂപയാണ്. അപ്പൊ എന്ന് വെച്ചാൽ 1 ലക്ഷം കോടി രൂപ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്തവണ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നതിലേക്ക് നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, കഴിഞ്ഞ വർഷത്തെക്കാളും ചെലവ് കൂടുതലാണ് ഇത്തവണത്തെ ബഡ്ജറ്റിന്. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും എന്ത് ചെയ്തിട്ടുണ്ട്, വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നും, ഈ സാർ എന്താണ് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നൊക്കെ പറയുന്നത്, അതെന്താണ് സംഭവം എന്ന് തോന്നും. ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചില അസറ്റുകളെ പറ്റിയിട്ടുള്ള ചെലവുകളെയാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ. ആക്ച്വലി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, നമുക്ക് വരവ് കിട്ടുന്നതും ചെലവ് ചെയ്യുന്നതൊക്കെ ആയിട്ട്, നമ്മളിപ്പോ ഒരു വീട്ടിലാണ്, നമ്മുടെ വീട്ടിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമ്മളിപ്പോ അച്ഛന് ശമ്പളം ലഭിക്കുന്ന സമയത്ത്, അച്ഛന് മാസം ശമ്പളം ലഭിച്ച സമയത്തൊക്കെയാണ് എങ്കിൽ, അച്ഛന് ബോണസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ബിരിയാണി വാങ്ങിച്ചു തരും, നമുക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തരും, അല്ലെ? ഒരു മാസത്തിന്റെ അവസാനത്തോട് അടുക്കുന്ന സമയത്ത് നമ്മൾ അപ്പോഴാണ് പോയിട്ട് അച്ഛനോട് ഡ്രസ്സ് വന്നു കഴിഞ്ഞാൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ചിലപ്പോൾ ചീത്ത പറയും, നമ്മളോട് ദേഷ്യപ്പെടും. കാരണം എന്താ, ആ സമയത്ത് ഒരു മാസത്തേക്ക് ഒരു നീക്കിയിരിപ്പെല്ലാം കഴിഞ്ഞ് അവസാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? അപ്പൊ വരവെന്ന് പറയുന്നത് അവിടെ ഇല്ല, ചെലവാണ് കൂടുതൽ, അല്ലെ? അപ്പൊ ആ സമയത്ത് എന്ന് പറയുന്നത് നമ്മൾ കുറച്ചൊന്ന് ഞെരുങ്ങിയിട്ടായിരിക്കും. ഇത് തന്നെയാണ് നമ്മൾ ഒരു രാജ്യമായിട്ട് ചെയ്തത്. അപ്പൊ നമ്മൾ പൈസ ഉണ്ടാവുന്ന സമയത്ത് അച്ഛൻ നമുക്ക് ബിരിയാണി വാങ്ങിച്ചു തരും, ഡ്രസ്സ് വാങ്ങിച്ചു തരുമെങ്കിൽ, പൈസ ഇല്ലാത്ത സമയത്ത് ഒന്ന് പിടിച്ചിട്ടായിരിക്കും ജീവിക്കുക, അല്ലെ? അതേപോലെ തന്നെയാണ് രാജ്യവും ചെയ്യുക. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്, അതായത് നമ്മളെ അസറ്റുകളെ കുറിച്ച്, നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന അസറ്റുകൾ, അത് നമുക്ക് വരുമാനം തരുന്ന അസറ്റുകളിൽ നമ്മൾ ചെലവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ റെയിൽവേ, മെട്രോ, ഹൈവേ, ഡാമുകൾ, ഇതെല്ലാം നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റിന് വരുമാനം ഉണ്ടാവും. അതായത് മെട്രോയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ യാത്രക്കാരുണ്ടാവും, അതിലൂടെ എന്ത് ചെയ്യുന്നു, പൈസ ഗവൺമെന്റിന് തന്നെ റിട്ടേൺ ലഭിക്കുന്നു. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂ, പക്ഷെ അവിടെ നിന്ന് വരുമാനം കാലാകാലത്തേക്ക് ഒരു ലോങ് ടേം പ്രോസസ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യും, ഇൻകം ജനറേറ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുക. ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലാണ് ഇത്തവണത്തെ ബഡ്ജറ്റിൽ കൂടുതൽ ഫണ്ട് വിലയിരുത്തിയിട്ടുള്ളത്. 12,21,000 കോടി രൂപ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഒരു മേഖലയിൽ ഫണ്ട് മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെക്കാളും 1 ലക്ഷം കോടി കൂടുതലാണ് ഇത്തവണ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലേക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനനുസരിച്ചുള്ള വരുമാനം രാജ്യത്തിന് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇനി ഇത്തവണത്തെ ബഡ്ജറ്റ് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ നേരത്തെ അറിയപ്പെട്ടിരുന്നത് പാർലമെന്റിന്റെ നോർത്ത് ബ്ലോക്കിലാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, മിനിസ്ട്രി ഒക്കെ ഉണ്ടായിരുന്നത്. ഇപ്പൊ അതിന്റെ പേരൊക്കെ ഒന്ന് മാറ്റി കർത്തവ്യ ഭവൻ എന്നാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഈ പറയുന്ന ബഡ്ജറ്റ് തയ്യാറാക്കിയത് മുഴുവൻ ഈ കർത്തവ്യ ഭവനിൽ ഇരുന്നുകൊണ്ട് ആയതുകൊണ്ട് തന്നെ ഇതിന് ഇത്തവണത്തെ ബഡ്ജറ്റിൽ കർത്തവ്യ എന്ന് പറയുന്ന ഒരു പദം കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആദ്യത്തെ ബഡ്ജറ്റാണ് കർത്തവ്യ ഭവനിൽ നിന്ന് തയ്യാറാവുന്നത്. അതിന്റെ ഒരു പ്രത്യേകതയുണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമ്മൾ ഇത്തവണ ആദ്യമായിട്ടാണ് ഒരു ഞായറാഴ്ച ദിവസം എന്ത് ചെയ്യുന്നത്, ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. നമുക്ക് 2017 മുമ്പുള്ള ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി മാസത്തിലെ ഏറ്റവും അവസാനത്തെ ദിവസമായിരിക്കും, പ്രോബബ്ലി ആ ഒരു വർക്കിംഗ് സമയത്തായിരിക്കും ബഡ്ജറ്റ് അവതരിപ്പിക്കുക. 2017 അരുൺ ജെയ്റ്റ്ലി എന്ന് പറയുന്ന കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി, അദ്ദേഹമാണ് 2017-18 സാമ്പത്തിക വർഷം മുതൽ, അതായത് 2017 എന്ത് ചെയ്യാണ്, ഇത് ഫെബ്രുവരി 1 ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പൊ 2017 എന്ന് പറയുന്ന ഒരു വർഷം കൂട്ടുകാർ ഓർത്തു വെക്കണം. 2017 ഫെബ്രുവരി 1 ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു എന്നുള്ളതിന്റെ ആ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് സംഭവിക്കുന്നത്. ഇത് ആക്ച്വലി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫെബ്രുവരിയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ 2 മാസം സമയമുണ്ട്. ബഡ്ജറ്റ് സമ്മേളനങ്ങളിലൂടെ ബഡ്ജറ്റ് ചർച്ചയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഏപ്രിൽ 1 കൃത്യമായിട്ട് വിനിയോഗിക്കാം, അത് പ്രാബല്യത്തിലാക്കാം എന്നുള്ള കരുതിയിട്ടാണ് ഫെബ്രുവരി ആദ്യത്തെ ദിവസം തന്നെ ആയിട്ട് മാറ്റുന്നത്. ഇനി 2026 എന്ന വർഷം ഫെബ്രുവരി 1 എന്ന് പറയുന്നത് മാഘമാസത്തിലെ പൗർണമി നാളാണ്. അന്ന് സാമൂഹ്യ പരിഷ്കർത്താവായിട്ടുള്ള നവോത്ഥാന നായകൻ കൂടിയായിട്ടുള്ള ഗുരു രവിദാസ് ജയന്തി കൂടിയാണ്, അദ്ദേഹത്തിന്റെ ജയന്തി കൂടിയാണ്. അത് നമ്മുടെ ബഡ്ജറ്റിൽ പറയുന്നുണ്ട്, എടുത്തു പറയുകയുണ്ട് നമ്മുടെ നിർമ്മല സീതാരാമൻ എന്ന് പറഞ്ഞ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി. അപ്പൊ ഏത്
നവോത്ഥാന അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കർത്താവിന്റെ ജന്മദിനത്തിലാണ്, ജയന്തി ദിവസമാണ് ഈ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ രവിദാസ് ജയന്തി. അത്തരത്തിൽ അദ്ദേഹം പറയുന്ന കുറേയധികം ശ്ലോകങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ബഡ്ജറ്റിൽ പ്രതിപാദിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ 2026-27 സാമ്പത്തിക വർഷത്തിന്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ഫെബ്രുവരി മാസത്തിൽ, അതും മാഘമാസത്തിലെ പൗർണമി നാളിലാണ്. അപ്പൊ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് പ്രിപ്പയർ ചെയ്തത് മുഴുവൻ കർത്തവ്യ ഭവനിൽ വെച്ചാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കർത്തവ്യ എന്നുള്ള വേർഡ് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി ഗവൺമെന്റ് ഈ ബഡ്ജറ്റ് മുന്നോട്ട് വെക്കുന്ന സമയത്ത് ഇതൊരു യുവശക്തി ഡ്രിവൺ ബഡ്ജറ്റ് ആയിട്ടാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് യുവശക്തി ഡ്രിവൺ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ? യുവാക്കൾക്ക്, യൂത്തിന് ശക്തി പകരുന്ന, അവർക്ക് എംപവേർഡ് ആക്കുന്ന ഒരു ബഡ്ജറ്റ് ആയിരിക്കും ഇതെന്നുള്ള രീതിയിൽ അവകാശപ്പെടുന്നു. ഇനി ഇത് ആർക്കാണ് ഗുണപ്പെടുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഉപഭോക്താക്കൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഇതിന് ക്ലിയർ ഫോക്കസ് എന്ന് പറയുന്നത് പാവപ്പെട്ട, പുവർ, അണ്ടർ പ്രിവിലേജ്ഡ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പ് ഓഫ് ദ കൺട്രി ആണ് ഇതിന്റെ ടാർഗറ്റ് ഏരിയ. എന്ന് വെച്ചാൽ മെയിൻ ഫോക്കസ് കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന ദരിദ്രരായിട്ടുള്ള ആളുകൾ, പാവപ്പെട്ട ആളുകൾ, അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വയലേഷൻ, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള എന്താ പറയാ ആനുകൂല്യം ലഭിക്കാത്ത ഒരുപാട് വിഭാഗത്തിലുള്ള പാവപ്പെട്ട ആളുകൾ രാജ്യത്തുണ്ട്. ആ ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള ആളുകളെയും ചേർത്ത് പിടിക്കുന്ന ഒരു ബഡ്ജറ്റ് എന്നാണ് ഇതിന് ആദ്യമേ എടുത്തു പറയുന്നത്. ഇനി ഈ പറയുന്ന ബഡ്ജറ്റിന്റെ പ്രൈം ഫോക്കസ് അവർ 3 രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഫസ്റ്റ് കർത്തവ്യ, സെക്കൻഡ് കർത്തവ്യ, തേർഡ് കർത്തവ്യ എന്നുള്ള രീതിയിൽ. അപ്പൊ കർത്തവ്യങ്ങളായിട്ട് ബഡ്ജറ്റിനെ തിരിക്കുന്നുണ്ട്. കർത്തവ്യ ഭവനിൽ ചേർന്ന് ചെയ്ത ഒരു ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ കർത്തവ്യ എന്നുള്ള വേർഡ് അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആർക്കാണ് പ്രൈം ഫോക്കസ് കൊടുത്തത്? പുവർ, അണ്ടർ പ്രിവിലേജ്, ഡിസഡ്വാൻറ്റേജ്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി കർത്തവ്യങ്ങളായിട്ട് തിരിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ഇതിന്റെ കർത്തവ്യങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ഫസ്റ്റ് കർത്തവ്യ എന്ന് പറയുന്നത് ആക്സിലറേറ്റ് ആൻഡ് സസ്റ്റെയിൻ എക്കണോമിക് ഗ്രോത്ത് എന്നാണ്. ത്വരിത രീതിയിലുള്ള, നിത്യമായിട്ട് എപ്പോഴും നിലനിൽക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക പുരോഗതിയിലേക്ക് രാജ്യം മുന്നോട്ട് പോകണം. ഉൽപാദനക്ഷമത, പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് കൂട്ടണം. കോമ്പറ്റീറ്റീവ്നെസ് എന്ന് പറയുന്നത് വർദ്ധിപ്പിച്ച് ഇന്ത്യയുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കണം. അത് മാത്രമല്ല, നമ്മൾ ലോകത്ത് മൊത്തമായിട്ട് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഒരു ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ ഗ്രോത്ത് കാണിക്കുന്ന സമയത്ത്, ഈ പറയുന്ന ടഫ് ആയിട്ടുള്ള സമയത്ത് പോലും നമ്മൾ പിടിച്ചു നിന്നുകൊണ്ട് ഓവർകം ചെയ്തുകൊണ്ട് ഒരു വലിയ എക്കോണമി ആയിട്ട് ഇന്ത്യ മാറ്റണം. ഇതാണ് ഫസ്റ്റ് കർത്തവ്യ. ഇനി സെക്കൻഡ് കർത്തവ്യ എന്ന് പറയുന്നത് ഫുൾഫിൽ ആസ്പിറേഷൻസ് ഓഫ് അവർ പീപ്പിൾ ആണ്. ജനങ്ങളുടെ അഭിലാഷങ്ങളെ പൂർത്തീകരിക്കുന്ന ഒരു ബഡ്ജറ്റിനെ പറ്റിയാണ് സെക്കൻഡ് കർത്തവ്യ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനങ്ങളുടെ കപ്പാസിറ്റി ഉയർത്തണം എന്ന് വെച്ചാൽ അവരുടെ ടാലന്റും അവരുടെ സ്കില്ലും അവരുടെ എബിലിറ്റിയും വർദ്ധിപ്പിക്കുക. അതിലൂടെ ഈ പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രോസ്പെരിറ്റിയിൽ ഇവരെ എല്ലാവരെയും, അവരുടെ വളർച്ചയിൽ ഇവരെയും പങ്കാളികളാക്കാൻ ചേർത്ത് പിടിക്കുക. ഇതാണ് രണ്ടാമത്തെ കർത്തവ്യ. ഇനി മൂന്നാമത്തെ കർത്തവ്യം എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണ്. സബ്കാ സാത്ത് സബ്കാ വികാസ്. രാജ്യത്തുള്ള എല്ലാ ആളുകൾക്കും വികസനം, അതുപോലെ തന്നെ എല്ലാ ആളുകൾക്കും ഒപ്പമുള്ള ഒരു ബഡ്ജറ്റ്. അത് എല്ലാ തരത്തിലുള്ള ആളുകളെയും, ഏത് റീജിയൻ എന്നില്ല, എല്ലാ രീതിയിലുള്ള മതങ്ങളെയും, കമ്മ്യൂണിറ്റിയെയും, റീജിയനെയും, സെക്ടറിനെയും എല്ലാ രീതിയിലെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ത്യയിലുള്ള എല്ലാ റിസോഴ്സസ് എല്ലാവർക്കും അപ്ലിക്കബിൾ ആയി, അല്ലെങ്കിൽ എല്ലാവർക്കും അപ്രോച്ചബിൾ ആയിക്കൊണ്ട് ക്ഷേമവും അതുപോലെ തന്നെ അവസരങ്ങളും അതുപോലെ തന്നെ ഇത് കൃത്യമായിട്ടുള്ള പങ്കാളിത്തത്തോടു കൂടി രാജ്യത്തിന്റെ എക്കോണമിയെ ബിൽഡ് ചെയ്യുന്ന രീതിയിലുള്ള ഫോക്കസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇന്ത്യ സ്വപ്നം കാണുന്നത് 2047 എന്ന് പറയുന്ന ഡ്രീം ഇയറിനെ പറ്റിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന 1947 100ാം വാർഷികം 2047 വരുമ്പോഴേക്കും ഇന്ത്യ ഡെവലപ്ഡ് രാജ്യമായി മാറാൻ സ്വപ്നം കാണുന്ന, എയിം ചെയ്യുന്ന രാജ്യമാണ്. നമുക്കറിയാം, ഇപ്പൊ തന്നെ ലോകത്തെ തന്നെ 4ാമത്തെ ഏറ്റവും പ്രബല ശക്തിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ പറയുന്ന ഇന്ത്യൻ എക്കോണമി മൾട്ടി പോവർട്ടി ഈ പറയുന്ന ഡയമെൻഷൻസിൽ നിന്ന്, ഇൻഡെക്സിൽ നിന്ന് 25 കോടിയോളം ആളുകൾ പുറത്തേക്ക് പോയി. കാരണം അത്ര അതിദരിദ്രരായിട്ടുള്ള രാജ്യത്തിൽ നിന്ന് 25 കോടിയോളം ആളുകളെ ചേർത്ത് പിടിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇന്ത്യയുടെ ഗവൺമെന്റ് പറയുന്നത്. അപ്പൊ എല്ലാ ആളുകളിലേക്കും വികസനം എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. അപ്പൊ ഫസ്റ്റ് കർത്തവ്യ എന്ന് പറയുന്നത് ഗ്രോത്തിനെ പറ്റി സംസാരിക്കുന്നെങ്കിൽ, സെക്കൻഡ് കർത്തവ്യ എന്ന് പറയുന്നത് ജനങ്ങളുടെ വെൽഫെയറിനെ കുറിച്ചും ആസ്പിറേഷൻസിന്, അഭിലാഷങ്ങളെ കുറിച്ചും പൂർത്തീകരിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നെങ്കിൽ, തേർഡ് കർത്തവ്യ എന്ന് പറയുന്നത് എല്ലാവരെയും ചേർത്ത് പിടിച്ച് അവരുടെ റിസോഴ്സസിനെയും അവരുടെ അവസരങ്ങളെയും മാക്സിമം പ്രയോജനപ്പെടുത്തി വികസനം എന്ന് പറയുന്നത് അവർക്ക് എല്ലാവർക്കും
ആപ്ലിക്കബിൾ ആണ്, അപ്രോച്ചബിൾ ആണ് എന്ന് പറയുന്നതിനോട് ചേർത്ത് നിൽക്കുന്നു. ഇതാണ് ഗവൺമെന്റിന്റെ സങ്കല്പം എന്ന് പറയുന്നത്. ഇതിന് പ്രൈം ഫോക്കസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബഡ്ജറ്റിൽ. ഇനി ബഡ്ജറ്റിന്റെ തീം എന്താണെന്നറിയോ? വികസിത് ഭാരത് ബാലൻസിങ് അംബീഷൻ വിത്ത് ഇൻക്ലൂഷൻ എന്നാണ്. വികസിതമായ ഭാരതം, ഡെവലപ്ഡ് ഈ പറയുന്ന ഇന്ത്യ, അതെങ്ങനെയാണ്? നമുക്ക് ഒരുപാട് അംബീഷൻസ് ഉണ്ട്, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് നമുക്ക് എന്താണ് ഡ്രീംസ് ഉണ്ട്. അപ്പോൾ ഈ നമുക്ക് ഒബ്ജക്റ്റീവ്സ് അച്ചീവ്മെന്റ്സ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ഒരു പദം ഉപയോഗിക്കുന്നുണ്ട്. അതായത് പാവപ്പെട്ട ആളുകളെ, യുവാക്കളെ, മഹിള എന്ന് പറയുന്ന വനിതാ വിഭാഗങ്ങളെ, ഗരീബായിട്ടുള്ള ആളുകളെ, കിസാൻ, അതുപോലെ തന്നെ ഫാമേഴ്സ്, ഇവരെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ എക്കോണമി എന്ന് പറയുന്നത് ബിൽഡ് ചെയ്യാം. ഓക്കെ, അതിൽ 3 ടേംസ് പറയുന്നുണ്ട്: ആക്ഷൻ ഓവർ ആംബിവലൻസ്, റിഫോം ഓവർ റെറ്റോറിക്, പീപ്പിൾ ഓവർ പോപ്പുലിസം. അതായത് സിമ്പിൾ ആയിട്ട് ഇത്രേ പറയുന്നുള്ളൂ. ഈ പറയുന്ന സംസാരിക്കുന്നതിനെ കുറിച്ചും അതിനേക്കാൾ പറയുന്നതിനേക്കാൾ ഉപരി ആക്ഷനിൽ പ്രാവർത്തികമാക്കുക പല കാര്യങ്ങളിലും. അതെങ്ങനെയാണെന്നറിയോ? റിഫോം ഓവർ റെറ്റോറിക്, പറയുന്നതിനേക്കാളും ഘടനാപരമായിട്ടുള്ള ഒരു മാറ്റത്തിലൂടെ. ഓക്കെ, സ്കിൽഡ് ആയിട്ടുള്ള പീപ്പിൾ ഓവർ പോപ്പുലിസം, സ്കിൽഡ് ആയിട്ടുള്ള ടാലൻസിനെ അപ്സ്കിൽ ചെയ്തുകൊണ്ട് അവരെ പിടിക്കുക, ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. അങ്ങനെ ഈ പറയുന്ന അംബീഷനെയും ഇൻക്ലൂഷനെയും ചേർത്ത് ബാലൻസ് ചെയ്ത് വികസിതമായ ഒരു ഭാരതത്തിന് എയിം ചെയ്യുക. ഇതാണ് തീം എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ 4 പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് പറയുന്നുണ്ട് നമ്മുടെ എയിം ആയിട്ട്. നമ്മുടെ ആഗ്രഹങ്ങളെ അച്ചീവ് ചെയ്തെടുക്കുന്നതിൽ നമുക്ക് പ്രധാനമായിട്ട് 4 ഫീച്ചേഴ്സ് അവിടെ പറയുന്നുണ്ട്. നമ്മളുടെ കഴിവുകളെ ഈ പറയുന്ന പ്രാവർത്തികമാക്കിക്കൊണ്ട് ആക്ഷൻ ഓവർ ആംബിവാലൻസ്, റിഫോം ഓവർ റെറ്റോറിക്, ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങളിലൂടെ, സ്ട്രക്ചറൽ ഫിനാൻഷ്യൽ റിഫോംസിലൂടെ മാറ്റങ്ങൾ കൊണ്ടുവരണം. അതിൽ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ വർദ്ധിപ്പിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെതായിട്ടുള്ള മാറ്റം രാജ്യത്തുണ്ടാവും എന്നുള്ളത് നമ്മുടെ ബഡ്ജറ്റിൽ എടുത്തു പറയുന്നുണ്ട്. 4 ഫീച്ചേഴ്സ് ആണ് എടുത്തു പറയുന്നത്: സ്റ്റെബിലിറ്റി, ഫിസ്ക്കൽ ഡിസിപ്ലിൻ, സസ്റ്റെയിൻഡ് ഗ്രോത്ത്, മോഡറേറ്റ് ഇൻഫ്ലേഷൻ. ഈ 4 കാര്യങ്ങളും ഓർത്തു വയ്ക്കണം. ഒന്ന്, സ്റ്റെബിലിറ്റി എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഘടന എന്ന് പറയുന്നത്, നമ്മുടെ സമ്പദ്ഘടന എന്ന് പറയുന്നത് സ്റ്റേബിൾ ആവണം എന്ന് എടുത്തു പറയുന്നുണ്ട് ധനകാര്യമന്ത്രി. അതായത് നമ്മൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഊന്നണം. ആ ക്ഷേമ പ്രവർത്തനങ്ങൾ ഊന്നുന്ന സമയത്ത് തന്നെ നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്ക് അച്ചീവ് ചെയ്യണം. ഒരു തരത്തിലും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മാർക്കറ്റിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ നമ്മളുടെ ഈ പറയുന്ന ജനങ്ങളെയോ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെയോ ബാധിക്കാനായിട്ട് പാടില്ല. അതിനനുസരിച്ച് നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ഒരു സുസ്ഥിരമായിട്ടുള്ള രീതിയിൽ നമ്മൾ സ്റ്റേബിൾ ആയിട്ട് മുന്നോട്ട് പോകണം. അപ്പൊ എന്ന് വെച്ചാൽ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നില്ലേ? സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്ന ആവശ്യമില്ലാത്ത സ്പെൻഡിങ്ങുകൾ കുറയ്ക്കുക, എന്നിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എക്കോണമി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കുക. അടുത്ത് പറയുന്നതാണ് ഫിസ്ക്കൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ധനക്കമ്മി എന്ന് പറയുന്നത് മാക്സിമം കുറയ്ക്കുക. എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ആക്ച്വലി ഗവൺമെന്റ് പദ്ധതികളും ഈ പറയുന്ന സ്കീംസും പോളിസീസും ഒക്കെ ഫ്രെയിം ചെയ്യും. ഇതൊക്കെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ്. ആ സ്പെൻഡിങ് എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യണം. അനാവശ്യമായിട്ട് കുറെ ഫണ്ടുകൾ ചെലവാക്കേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ചെയ്യണം. അതിലൂടെ എന്ത് ചെയ്യണം? സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് നമുക്ക് കംഫർട്ടബിൾ ആവുന്ന രീതിയിലുള്ള കടമയെടുക്കാനായിട്ട് പാടുള്ളൂ. ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് ഗ്രോത്ത് ഒന്നും തന്നെ ഇല്ല, പ്രൊഡക്ടിവിറ്റി ഒന്നും തന്നെ ഇല്ല എങ്കിൽ നമ്മൾ അവിടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. അപ്പൊ നമ്മൾ ചെലവാക്കുന്ന സമയത്ത്, നമ്മൾ വീട്ടിലും അങ്ങനെയല്ലേ, നമുക്ക് 100 രൂപ നമ്മൾ ചെലവാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള വർത്ത് ഉണ്ടാവും. അനാവശ്യമായിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നില്ല? ചെലവാക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ സാമ്പത്തികമായിട്ട് നമ്മളിപ്പോ നോക്കുന്ന സമയത്ത്, നമ്മൾ കഴിഞ്ഞ GDP വെച്ച് നോക്കുന്ന സമയത്ത്, ഫിസിക്കൽ ഡെഫിസിറ്റ് നോക്കുന്ന സമയത്ത് നമ്മൾ 4.4%-ലാണ് REയിൽ നിൽക്കുന്നത്. RE എന്ന് പറഞ്ഞാൽ റിവൈസ്ഡ് ബഡ്ജറ്റ് എന്ന് വെച്ചാൽ 2025-26. പക്ഷെ ഇത്തവണ നമ്മൾ എയിം ചെയ്യുന്നത് ഈ പറയുന്ന ഫിസിക്കൽ ഡെഫിസിറ്റ്, ധനക്കമ്മി എന്ന് പറയുന്നത് 4.3%-ലേക്ക് ഒതുക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ സർപ്ലസിൽ നിന്ന് ഈ പറയുന്ന ഡെഫിസിറ്റിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്, ധനക്കമ്മി എന്ന് പറയുന്നത് 4.3%-ലേക്ക് ഒതുക്കാനാക്കുന്നത്. പതിയെ പതിയെ നമ്മൾ 3%-ലേക്ക് മാറണം എന്നുള്ളതാണ് ഇന്ത്യ ദീർഘത്തോടു കൂടി കാണുന്ന സ്വപ്നം. അത് പതിയെ പതിയെ നമ്മൾ അറ്റൈൻ ചെയ്യുമെന്ന് പറയുന്നത്. ഇനി ഒരു രാജ്യത്തിന്റെ പുരോഗതി നമ്മൾ എപ്പോഴും GDP എന്ന് പറയുന്ന ഒരു പാരാമീറ്ററിലാണ് നമ്മൾ നോക്കുന്നത്. GDP ടു ഈ പറയുന്ന ഡെപ്റ്റ് റേഷ്യോ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും താഴോട്ട് നിൽക്കണം. അപ്പൊ അത് നമ്മൾ കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ 56.1% ആയിരുന്നു GDP ടു ഡെപ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അത് ഇത്തവണ നമ്മൾ 55.6-ലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. എന്ന് വെച്ചാൽ അനാവശ്യമായിട്ടുള്ള സ്പെൻഡിങ്ങുകൾ ഗവൺമെന്റ് കുറയ്ക്കുമെന്നുള്ള രീതിയിലേക്ക് പറയുന്നുണ്ട്.
കൺട്രോൾഡ് ആയിട്ടുള്ള സ്പെൻഡിങ് ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് സ്പെൻഡിങ് എന്ന് പറയുന്നത് കുറച്ചുകൊണ്ട് പുരോഗതിയിലേക്ക്, മാക്സിമം പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നതിലേക്ക് നമ്മൾ ഊന്നൽ നൽകുന്നു. ഇനി നമ്മൾ ഇന്ത്യ ആഗ്രഹിക്കുന്നത് ഒരു പെട്ടെന്നുള്ള ഗ്രോത്ത് അല്ല, ഒരു ലോങ് ടേം വിഷൻ ആണ് ഇന്ത്യ സ്വപ്നം കാണുന്നത്, ഒരു സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഗ്രോത്ത്. അത് നമ്മൾ ഈ പറയുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺ അതാണ്. നമ്മൾ മെട്രോയിലും റെയിൽവേയിലും എയർപോർട്ട്സിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ദീർഘകാലം നിലനിൽക്കുന്ന രീതിയാണ്. അപ്പൊ അത് ലോങ് ടേം വിഷനിലൂടെയാണ് ഇന്ത്യ സ്വപ്നം കാണുന്നത്. ഓക്കെ, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ ഇൻഡസ്ട്രിയൽ മേഖല ആയിക്കോട്ടെ, നമ്മുടെ ചെറുകിട വൻകിട ഈ പറയുന്ന മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് ആയിക്കോട്ടെ, അതിലൂടെയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ലോങ് ടേം കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വളർച്ചയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അതിന് ഈ പറയുന്ന പ്രൈം ഫോക്കസ് നൽകിയിട്ടുണ്ട്. ഇനി നാലാമത് പറയുന്നത് മോഡറേറ്റ് ഇൻഫ്ലേഷൻ ആണ്, നാണ്യപ്പെരുപ്പമാണ് ഉണ്ടാവുന്നത്. അതായത് ആക്ച്വലി ഗവൺമെന്റ് വളരണമെങ്കിൽ, ഒരു രാജ്യം പുരോഗതി വരണമെങ്കിൽ അവിടെ ഈ പറയുന്ന ജനങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള പവർ ഉണ്ടാവണം. എന്ന് വെച്ചാൽ ജനങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാവണം. അപ്പൊ പൈസയുടെ മൂല്യം എന്ന് പറയുന്നത് വർദ്ധിക്കണം. അതൊരു കൺട്രോൾ വേണം, അത് ഗവൺമെന്റ് കൺട്രോൾ ചെയ്യണം. ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള വെൽഫെയർ പോളിസീസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആരംഭിക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യും. ഗവൺമെന്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് പാലം പണിയുന്നു, ഗവൺമെന്റ് ഡാമുകൾ പണിയുന്നു, ഗവൺമെന്റ് മൈക്രോ സ്കെയിൽ ഈ പറയുന്ന ഇൻഡസ്ട്രികളിൽ മറ്റു കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തൊഴിലവസരങ്ങൾ കൂടുതലായുള്ള സാധ്യതയാണ്. തൊഴിലവസരങ്ങൾ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ഈ ജനങ്ങളുടെ കയ്യിലേക്ക് പൈസ എത്തും. ജനങ്ങളുടെ കയ്യിലേക്ക് പൈസ എത്തും, ശമ്പളത്തിലൂടെ പൈസ എത്തുമ്പോൾ അത് മാർക്കറ്റിൽ കിടന്ന് പർച്ചേസ് ചെയ്യാനുള്ള പവർ ജനങ്ങൾക്ക് കൂടും. അങ്ങനെ വരുന്ന സമയത്ത് ഒരു എക്കോണമി എന്ന് പറയുന്നത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് പോകും. ജനങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഡിമ്മാവും. അങ്ങനെ വരുന്ന സമയത്ത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം താഴോട്ട്. അപ്പോൾ ഈ പറയുന്ന പ്രൈസ് ഗ്രോത്തും ഉണ്ടാവണം, പർച്ചേസിംഗ് പവറും ഉണ്ടാവണം. ഇതൊരു മാനേജബിൾ ലെവലിൽ പോകണം. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു മാനേജബിൾ ഇൻഫ്ലേഷൻ ആണെങ്കിൽ രാജ്യത്തിന് നല്ലതാണ്. ഡിഫ്ലേഷനും മോശമാണ്, ഹൈലി ഇൻഫ്ലേഷനും രാജ്യത്തിന് ഗുണം ചെയ്യില്ല. അപ്പൊ ഇതൊരു മാനേജബിൾ ലെവലിൽ മോഡറേറ്റ് ഇൻഫ്ലേഷൻ എന്നതുകൊണ്ട് അതാണ് പറയുന്നത്. അപ്പൊ 4 പ്രൈം ഫോക്കസ് ആണ് കൊടുക്കുന്നത്: സ്റ്റെബിലിറ്റി, ഫിസ്ക്കൽ ഡിസിപ്ലിൻ, സസ്റ്റൈൻഡ് ഗ്രോത്ത്, മോഡറേറ്റ് ഇൻഫ്ലേഷൻ. ഈ 4 പോയിന്റ്സിനും കൃത്യമായിട്ട് ഫോക്കസ് കൊടുക്കുന്നുണ്ട്. ഇതാണ് ആദ്യത്തെ കാര്യം. ഇനി പൈസ എവിടെ നിന്ന് വരുന്നു? നമ്മുടെ ബഡ്ജറ്റിൽ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് കടമെടുക്കുന്നതിലൂടെയാണ്. ഒരു പുരോഗതിയിലുള്ള ഒരു രാജ്യത്തിന് കടമെടുക്കുന്നതിൽ ഒരിക്കലും തെറ്റില്ല. പക്ഷെ ഈ പറയുന്ന നമ്മൾ പൈസ വരുന്നതിൽ ഏറ്റവും കൂടുതൽ കടമെടുത്തു വരുന്ന സമയത്ത് 24% നമ്മുടെ രാജ്യത്തിന്റെ ടോട്ടൽ പൈസ വരുന്ന സമയത്ത് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിൽ 24% വരുന്നത് കടമെടുത്തുകൊണ്ടാണ്. പലിശയ്ക്ക് കടമെടുത്തുകൊണ്ടുള്ള പദ്ധതികളിലാണ് നമ്മൾ 24% നമ്മൾ അവിടെ നൽകുന്നത്. പക്ഷേ നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഓക്കെ, ഇൻകം ടാക്സ് തരത്തിൽ നമുക്ക് 21% നമുക്ക് ഈ പറയുന്ന പൈസ വരുന്നുണ്ട്. നമുക്ക് ഈ ഇൻകം ഇന്ത്യയിലേക്ക് വരുന്നതിൽ ഈ 21% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇൻകം ടാക്സ് ആണ്. ടാക്സിന്റെ കാര്യത്തിൽ തന്നെ കോർപ്പറേഷൻ ടാക്സ് തേർഡ് വരുന്നുണ്ട്. കോർപ്പറേഷൻ ടാക്സ് ഏകദേശം 18% വരുന്നുണ്ട്. കഴിഞ്ഞ തവണ GST ആയിരുന്നു കൂടുതൽ, പക്ഷേ ഇത്തവണ കോർപ്പറേഷൻ ടാക്സ് ആണ്. കഴിഞ്ഞ വർഷം GST എന്ന് പറയുന്നത് 18% ഉണ്ടായിരുന്നു, പക്ഷേ ഇത്തവണ GST താഴോട്ട് പോയി 15% പോയി. പക്ഷേ കോർപ്പറേഷൻ ടാക്സ് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 17 ആയിരുന്നു, ഇത്തവണ 18 വന്നു. എന്ന് വെച്ചാൽ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ പൈസ വരുന്നത് കടം എടുത്തുകൊണ്ട് തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇൻകം ടാക്സ് ആണ്. അപ്പൊ ചെറിയൊരു ചേഞ്ചേ ഉള്ളൂ ഇൻകം ടാക്സും ബോറോയിങ്ങും തമ്മിലുള്ള. അപ്പൊ ഇനി കാലക്രമേണ എന്താണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്? ഇൻകം ടാക്സ് കൂടുക. കടമെടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇൻകം ലഭിച്ച് അതിൽ നിന്ന് ടാക്സ് ലഭിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ പുരോഗതി ഉണ്ടാവും. ഇതാണ് പറയുന്നത്. മറ്റ് പൈസകൾ വരുന്നത് നിങ്ങൾ ഇതൊന്ന് നോക്കിയാൽ മതി. നോൺ ഡെപ്റ്റ്, നോൺ ടാക്സ് റവന്യൂ, യൂണിയൻ ടാക്സ്, ഇതൊക്കെയാണ് പറയുന്നത്. ആദ്യത്തെ 3 പോയിന്റുകൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക: ബോറോയിങ്, കോർപ്പറേറ്റ് ടാക്സ്, ഇൻകം ടാക്സ് നോക്കി വെക്കുക. ഇനി ഇന്ത്യ ഗവൺമെന്റിന്റെ പൈസ ഏറ്റവും കൂടുതൽ എവിടെ പോകുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ബഡ്ജറ്റിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പൈസ പോകുന്നത് ടാക്സുകൾ, സ്റ്റേറ്റിലേക്ക് കൊടുക്കുന്ന ഫണ്ടാണ്. സ്റ്റേറ്റ് ഡിവിഡൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ ഗവൺമെന്റ് ചെലവാക്കുന്നത്. 22%. നമുക്ക് ലഭിക്കുന്നതിൽ നിന്ന് ഏറ്റവും കൂടുതൽ 22% പോകുന്നത് സ്റ്റേറ്റിന് ടാക്സുകൾ ഷെയർ ചെയ്യുന്ന സമയത്താണ്. സ്റ്റേറ്റ് ഡിവിഡൻസിനാണ് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ പൈസ ചെലവാക്കുന്നത് നമ്മൾ കടമെടുത്തതിന്റെ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ്. ഓക്കെ, കടമെടുത്തതിന്റെ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ് 20%-ഓളം പോകുന്നത്. അപ്പൊ കാലക്രമേണ ഈ പറഞ്ഞ ഇൻകം ടാക്സ് വർദ്ധിപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ കടമെടുക്കുന്നത് കുറയ്ക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇൻട്രസ്റ്റ് പേയ്മെന്റ് കമ്പാരിറ്റീവ്ലി കുറഞ്ഞ്
അപ്പൊ അതിലേക്കാണ്, ഡെവലപ്ഡ് ആയിട്ട് ഒരു രാജ്യത്തേക്കാണ് ഇന്ത്യ സ്വപ്നം കാണുന്നത് എന്നുള്ളത് കൂട്ടുകാർ കൃത്യമായിട്ട് നോട്ട് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പൈസ നമ്മൾ ചെലവാക്കുന്നത് സെൻട്രൽ സെക്ടർ സ്കീമിലേക്കാണ്. 17% കേന്ദ്ര ഗവൺമെന്റ് സ്പോൺസർ ചെയ്യുന്ന കുറേ പദ്ധതികൾ രാജ്യത്തുള്ളതുകൊണ്ട് അതിലേക്കാണ് കൂടുതൽ ഫണ്ട് കൊടുക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ വരുമാനം കടമെടുക്കുന്നതിൽ നിന്ന് ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നത് സ്റ്റേറ്റുകളിലേക്കാണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമ്മുടെ ഈ പറയുന്ന ബഡ്ജറ്റിൽ നമ്മുടെ വളർച്ചയെയും നമ്മളുടെ വികസനത്തിലെയും 7 പില്ലേഴ്സ് ആയിട്ട് അവർ പറയുന്നുണ്ട്. ഓക്കെ, 6 പില്ലേഴ്സ് ആയിട്ട് പറയുന്നുണ്ട്. അത് ഇതെല്ലാമാണ് സസ്റ്റെയിനിങ് എക്കണോമിക് ഗ്രോത്ത്, എന്നെന്ന് നിലനിൽക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക വളർച്ചയെ പറ്റി പറയുന്നുണ്ട്. 2, സ്ട്രെങ്തനിങ് ഓഫ് ദ ഫൗണ്ടേഷൻസ് ഓഫ് ഗ്രോത്ത്, ഗ്രോത്തിന്റെ അടിത്തറ കൃത്യമായിട്ട് ദൃഢപ്പെടുത്തുന്നതിൽ, അതിനെ ഊട്ടിയുറപ്പിക്കുന്നതിൽ നിന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ 3 പറയുന്നത് ജനങ്ങളെ ഓറിയന്റഡ് ആയിട്ടുള്ള, പീപ്പിൾ ഓറിയന്റഡ് ആയിട്ടുള്ള, പീപ്പിൾ സെൻട്രിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ്, ജനങ്ങൾക്ക് കൂടുതൽ എന്താണ് പ്രാധാന്യം നൽകുന്ന വികസനങ്ങൾ, ജനങ്ങളെ കൂടി കീർത്തിയെടുത്തുകൊണ്ട് പോകുന്ന വികസന കാര്യങ്ങൾ. അതുപോലെ തന്നെ ട്രസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഭരണം എന്ന് പറഞ്ഞാൽ ഗവേണൻസ് എന്ന് പറയുന്നത്, ട്രസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഗവേണൻസ്. പിന്നെ ഒരു രാജ്യത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സിൽ ഒന്നാണ് ഒരു രാജ്യത്ത് എങ്ങനെ ഈസ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത്, അവിടെ എങ്ങനെ എത്രത്തോളം നല്ല രീതിയിൽ ജീവിക്കാം എന്നുള്ള ഈസ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത്, എത്ര വളരെ സിമ്പിൾ ആയിട്ട് ഈ പറയുന്ന രീതിയിൽ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നൊക്കെ പറയുന്നത് ഒരു കോർപ്പറേറ്റിൽ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഫാക്ടറാണ്. അതിനോടൊപ്പം തന്നെ ഫിസിക്കൽ മാറ്റേഴ്സ്, ഓക്കെ, പൈസയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യം. ഇതെല്ലാമാണ് നമ്മളുടെ ഗ്രോത്തും ഡെവലപ്മെന്റിന്റെയും പില്ലേഴ്സ് ആയിട്ട് ബഡ്ജറ്റിൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള കാര്യം ഇത് തന്നെയാണ്. അതായത് ഫസ്റ്റ് കർത്തവ്യ, സെക്കൻഡ് കർത്തവ്യ, തേർഡ് കർത്തവ്യ. ഇതിൽ ബഡ്ജറ്റ് ഫുൾ ആയിട്ട് പറയുക എന്നുള്ളതല്ല നമ്മുടെ ഒരു പ്രൈം ഫോക്കസ് എന്ന് പറയുന്നത്. നമുക്ക് സംസാരിക്കാനുള്ളത് ഫസ്റ്റ് കർത്തവ്യ എന്താണ് ഇതിൽ പറയുന്നത്. നമ്മൾ ത്വരിത രീതിയിലുള്ള ആക്സലറേറ്റഡ് ആയിട്ടുള്ള ഒരു എക്കണോമിക് ഗ്രോത്ത് നമുക്ക് ഉണ്ടാവണം. ഓക്കെ, അത് കൃത്യമായിട്ട് പറയുന്ന സമയത്ത് നമ്മൾ മൈക്രോ സ്കെയിൽ, മൈക്രോ, സ്മോൾ, മീഡിയം എന്റർപ്രൈസസ് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻസ് നൽകണം. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം, എനർജി ഡെവലപ്പ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഇനി സെക്കൻഡ് കർത്തവ്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ അഭിലാഷങ്ങൾ എന്ന് പറയുന്നത് പൂർത്തീകരിക്കുന്ന രീതിയിൽ അവരുടെ കാപ്പബിലിറ്റിയെ വളർത്തിയെടുത്ത് അവരെ കൂടി ചേർത്ത് പിടിച്ച് പ്രോസ്പെരിറ്റിയിൽ അവരെയും പാർട്ട്നേഴ്സ് ആക്കി മുന്നോട്ട് പോവുകയാണ്. അതിന് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യണം. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, ടൂറിസം ഡിപ്പാർട്ട്മെന്റ്, സ്പോർട്സ് തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ കഴിവുകൾ എന്ന് പറയുന്നത് പരിപോഷിപ്പിക്കണം. ഇനി മൂന്നാമത്തെ കർത്തവ്യം എന്ന് പറയുന്നത് സബ്കാ സാത്ത് സബ്കാ വികാസ് ആണ്. എല്ലാ വിഭാഗത്തിലുള്ള കുടുംബത്തിലെയും റീജിയനിലെയും സെക്ടറിലെയുള്ള ആളുകൾക്ക് റിസോഴ്സസ്, അമ്യൂണിറ്റീസ്, ഓപ്പർച്യൂണിറ്റീസ് പോലെയുള്ളതിൽ അവർക്കുള്ള കാര്യങ്ങൾ പങ്കാളിത്തം എന്ന് പറയുന്നത് ഉറപ്പുവരുത്തുക. അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന ഫാമേഴ്സ് എന്ന് പറയുന്നത്, ഓക്കെ, രാജ്യത്തെ കർഷകർ എന്ന് പറയുന്നത് ഡിസേബിൾ ആയിട്ടുള്ള ആളുകളെ ദിവ്യാംഗം എന്നാണ് വിളിക്കുന്നത്, അങ്ങനെയുള്ള ആളുകൾ. ഓക്കെ, അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത്, പൂർവോദയ എന്ന് പറയുന്നത് ഒഡീഷ, അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ തുടങ്ങിയിട്ടുള്ള ഈസ്റ്റേൺ ഭാഗത്തുള്ള മേഖലയാണ്. അവർക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ ഭാഗത്തുള്ള സ്റ്റേറ്റ്സിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. അവർക്കൊക്കെയാണ് സബ്കാ സാത്ത് സബ്കാ വികാസിന്റെ തേർഡ് കർത്തവ്യമായിട്ട് പറയുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ നോക്കാനുള്ളത് ചില കീ ഇനീഷ്യേറ്റീവ്സ് ആണ്. അത് നമ്മൾ ഒരു കാരണവശാലും ഒരു ആസ്പിറന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ വിട്ടുപോകാനായിട്ട് പാടില്ല. ആ കാര്യങ്ങളാണ് ഇനി സംസാരിക്കുന്നത്. ആദ്യം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഏറ്റവും കൂടുതൽ പ്രൈം ഫോക്കസ് കൊടുക്കുന്ന ഒരു മേഖലകളിൽ ഒന്നാണ് സെമി കണ്ടക്ടർ മേഖല. അതായത് ഇലക്ട്രോണിക്സ് ആൻഡ് മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് 40,000 കോടി രൂപയാണ് ചെലവാക്കാനായിട്ട് പോകുന്നത്. അതിന്റെ ഇന്ത്യൻ സെമി കണ്ടക്ടർ മിഷന്റെ രണ്ടാമത്തെ ദൗത്യം 2.0 ആണ് ഇതിൽ ലോഞ്ച് ചെയ്യുന്നത്. അതായത് സെമി കണ്ടക്ടർ, ഇപ്പോൾ നമ്മൾ ചിപ്പുകളാണ് എല്ലാം മൊബൈൽ മാനുഫാക്ചറിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗിൽ സെമി കണ്ടക്ടർ മേഖലയിൽ ഇന്ത്യയുടെ ഈ പറയുന്ന എബിലിറ്റിയെ മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ എക്യുപ്മെന്റ്സും മെറ്റീരിയൽസും എല്ലാം തന്നെ സെമി കണ്ടക്ടർ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അത് നിർമ്മിക്കുക. അതിന് കൂടുതൽ ബൂസ്റ്റ് നൽകുന്ന രീതിയിൽ 40,000 കോടി രൂപയാണ് ഈ പറഞ്ഞ സെമി കണ്ടക്ടർ മിഷന് വേണ്ടി 5 വർഷത്തേക്ക് മാറ്റിവെച്ചിട്ടുള്ളത്. നമ്മൾ ഇനി ഒരു മികച്ച രീതിയിൽ വിത്തിൻ 10 ഇയേഴ്സ് ഈ പറയുന്ന ഇന്ത്യ ഒരു മികച്ച സെമി കണ്ടക്ടർ ഹബ്ബാക്കി മാറ്റണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഇത് ഒരു ആസ്പിറന്റ് എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും നമ്മൾ നോട്ട് ചെയ്യണം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നതിൽ സാധ്യത കൂടുതലാണ്. ഇനി ഇലക്ട്രോണിക്സ് ആൻഡ് കെമിക്കൽസ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ ഇതിലേക്ക് കൂടി ചേർന്ന് ഞാനോട്ടെ 40,000 കോടി രൂപ എന്ന് പറയുന്നത്. അതായത് പ്ലഗ് ആൻഡ് പ്ലേ മോഡലിൽ 3 ഡെവലപ്മെന്റ് കെമിക്കൽ പാർക്കുകൾ ഡെവലപ്പ് ചെയ്യും എന്നാണ് ആര് പറയുന്നത്, ബഡ്ജറ്റിൽ പറയുന്നത്. പ്ലഗ് ആൻഡ് പ്ലേ മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡി ടു യൂസ്. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇനീഷ്യൽ സ്റ്റെപ്പോ ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ എന്താണ്
നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കെമിക്കൽ പാർക്കുകൾ, വിനിയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കെമിക്കൽ പാർക്കുകൾ നിർമ്മിക്കണം. അതിലൂടെ ഇലക്ട്രോണിക് കമ്പോണൻസും മാനുഫാക്ചറിങ് സ്കീമുകളും എന്ത് ചെയ്യുന്നു, അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിന്റെ രീതിയിലുള്ള ഒരു വളർച്ച. അതിനാണ് 40,000 കോടി. ആ പറയുന്ന സമയത്ത് ഇന്ത്യ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്, ആത്മനിർഭർ ഭാരത് എന്ന് വെച്ചാൽ സെൽഫ് സഫിഷ്യൻസി, സെൽഫ് റിലയൻസ്. മറ്റ് വിദേശ ശക്തികളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകുന്ന രീതിയിൽ ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി കുറയ്ക്കുന്ന രീതിയിലുള്ള ഒരു വളർച്ചയ്ക്കാണ് ഇന്ത്യ ഫോക്കസ് കൊടുക്കുന്നത്. അപ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് കെമിക്കൽസിനും ഇന്ത്യൻ സെമി കണ്ടക്ടർ മിഷനും പ്രൈം ഫോക്കസ് ഇവർ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞില്ല, റയർ എർത്ത് കോറിഡോർസ് എന്ന് പറയുന്ന രീതിയിൽ 4 സംസ്ഥാനങ്ങളെ കളക്ട് ചെയ്യുന്ന, നിങ്ങൾക്ക് ആ മാപ്പ് നോക്കിയാൽ കാണാൻ പറ്റും, ഒഡീഷ, കേരള, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഈ 4 സംസ്ഥാനത്തുള്ള റയർ എർത്ത് മെറ്റൽസ് മാഗ്നറ്റ്സിന് അവിടുത്തെ മൈനിങ്ങിനും അവിടുത്തെ മാനുഫാക്ചറിങ്ങിനും അവിടുത്തെ പ്രോസസ്സിങ്ങിനും വേണ്ടി ഏകദേശം നല്ലൊരു ഗണ്യമായിട്ടുള്ള തുക വിലയിരുത്തുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതിനുവേണ്ടി ഒരു കോറിഡോർ നിർമ്മിക്കും. കണക്ടിവിറ്റി എന്ന് പറയുന്നത്, കാരണം അവിടുത്തെ മൈനിങ്ങും അവിടുത്തെ പ്രോസസ്സിംഗ് മാനുഫാക്ചറിങ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഇന്ത്യയുടെ പ്രോസ്പെരിറ്റി ഉള്ള ഒരു ഗ്രോത്തിന് അത് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ അതിനുവേണ്ടി ഒരു കോറിഡോർ 4 സ്റ്റേറ്റുകളെ കണക്ട് ചെയ്യുന്ന, അവരുടെ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഗ്രോത്ത് ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു കോറിഡോർ നിർമ്മിക്കും. നിങ്ങൾ നോക്കിയാൽ കാണാം, മാപ്പിൽ നോക്കിയാൽ കാണാൻ പറ്റും, എർത്ത് കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, അതുപോലെ തന്നെ ഒഡീഷ, ഈ 4 സ്റ്റേറ്റുകളെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യം. ഇത് വലിയ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഇന്ത്യ നോക്കി കാണുന്നത്. അപ്പൊ സെമി കണ്ടക്ടർ മേഖല ആയിക്കോട്ടെ, ഈ പറയുന്ന ഇലക്ട്രോണിക്സ് ആൻഡ് കെമിക്കൽസുമായിട്ട് ബന്ധപ്പെട്ട മേഖല ആയിക്കോട്ടെ, ECMS എന്നാണ് കേട്ടോ വിളിക്കുന്നത്, ഇലക്ട്രോണിക്സ് കമ്പോണൻസ് മാനുഫാക്ചറിങ് സ്കീം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതിനോട് അസോസിയേറ്റ് ചെയ്താണ് ഇൻഡസ്ട്രിയൽ മേഖലയിൽ റയർ എർത്ത് കോറിഡോറും പറയുന്നത്. ഇതൊക്കെ വളരെ ഒരു പ്രസ്റ്റീജിയസ് പ്രോഗ്രാം ആയിട്ടാണ് നമ്മുടെ ബഡ്ജറ്റിൽ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞില്ല, ഇനി അടുത്ത ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ പറയുന്ന ഫാർമസി എന്ന് പറയുന്ന ഒരു മേഖലയിലാണ്. ബയോഫാർമ ശക്തി എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവിന് കൃത്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഗവൺമെന്റ് നൽകുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ കോവിഡ് പാൻഡമിക് പോലെയുള്ള വർഷങ്ങൾ വന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന വിദേശ മെഡിസിൻസിന് വേണ്ടി വളരെ രീതിയിൽ ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം കമ്പാരിറ്റീവ്ലി കുറച്ചുകൊണ്ട് ഇന്ത്യ ഒരു ബയോഫാർമ ഹബ്ബാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് കർത്തവ്യയുടെ പ്രൈം ഫോക്കസ് എന്നുള്ള രീതിയിൽ ബയോഫാർമ ശക്തി എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്നത്. 10,000 കോടി രൂപയാണ് അടുത്ത 5 വർഷത്തേക്കായിട്ട് ബയോഫാർമ ശക്തിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഒരു ജനറിക് ലീഡറായി, ഡ്രഗ് ലീഡറായി ഇന്ത്യ മാറ്റുക, ഇന്ത്യ ഒരു ഗ്ലോബലി ഒരു ബയോഫാർമ ഇന്നോവേറ്റീവ് ഹബ്ബാക്കി മാറ്റുക. ലൈഫ് സയൻസിലും ബയോഫാർമസ്യൂട്ടിക്കൽ സിസ്റ്റത്തിലും ഇന്ത്യക്കുള്ള എബിലിറ്റി എന്ന് പറയുന്നത്, കപ്പബിലിറ്റി എന്ന് പറയുന്നത് മെച്ചപ്പെടുത്തുക, നറിഷ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പദ്ധതി ലോഞ്ച് ചെയ്തിട്ടുള്ളത്. 10,000 കോടി രൂപയാണ് കൂട്ടുകാർ ശ്രദ്ധിക്കണം. അപ്പോ ഇതില് ഇന്ത്യ എന്തൊക്കെയാണ് സ്വപ്നം കാണുന്നത്? നമുക്ക് ഒരുപാട് വാക്സിനുകളും ക്ലോണൽ ആന്റിബോഡീസിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ലിവിങ് ഓർഗാനിസംസിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ടൊക്കെയാണ് ഈ പറയുന്ന നമ്മുടെ തെലങ്കാന സ്റ്റേറ്റിലും ഹൈദരാബാദിലും പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ പുതിയ പുതിയ മൈക്രോബയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ കഴിഞ്ഞ വർഷമൊക്കെ ആയിട്ട് മെച്ചപ്പെടുത്തി കൊണ്ടുവരുന്നു. അപ്പോൾ ബയോളജിക്കൽ ഡ്രഗ്സിന് എക്സ്പെൻസീവ് ആയിട്ടുള്ള, അപ്പൊ നമ്മളിപ്പോൾ പല സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ മരുന്ന് അമേരിക്കയിലുള്ളൂ, കോൾഡ് സ്റ്റോർ ചെയ്തുകൊണ്ട് അവിടെ നിന്ന് കൊണ്ടുവരണം എങ്കിൽ മാത്രമേ, അങ്ങനെയൊക്കെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് മാറ്റിയെടുക്കുക, ഇന്ത്യക്ക് തന്നെ തദ്ദേശീയമായിട്ട് ഡൊമസ്റ്റിക്കലി പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുക, അതിനാണ് പ്രൈം ഫോക്കസ് കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഈ ബയോഫാർമ ശക്തിക്ക് ഒരു വലിയ സ്ട്രാറ്റജി കൊണ്ടുവരുന്നുണ്ട്. ഈ ശക്തി എന്ന് പറയുന്നത് തന്നെ ഒരു സ്ട്രാറ്റജിയാണ്. ഹെൽത്ത് കെയർ, അഡ്വാൻസ്മെന്റ്, നോളജ്, ടെക്നോളജി, ഇന്നോവേഷൻ എന്നൊക്കെ പറയുന്നതാണ് ബയോഫാർമ ശക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ 10,000 കോടി രൂപയുടെ പദ്ധതിയിൽ പറയുന്നൊരു കാര്യം, പുതിയ 3 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ച് സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യും. പുതിയ 3 ഇപ്പൊ നിലവിലുള്ള 7 സ്കില്ലുകൾ എന്ന് പറയുന്നത്, ടെക്നോളജി എന്ന് പറയുന്നത് അപ്ഗ്രേഡ് ചെയ്യും. അതിന്റെ ഫെസിലിറ്റീസും ഇൻഫ്രാസ്ട്രക്ചേഴ്സും എന്നീ പറഞ്ഞ അപ്ഗ്രേഡ് ചെയ്യും. അങ്ങനെ ഒരു മാൻ പവറിനെ കൃത്യമായിട്ട് അപ്സ്കിൽ ചെയ്യും, നമ്മുടെ കഴിവുകളെ അപ്ഗ്രേഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന ഈ പറയുന്ന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട, ഫാമിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ എന്ത് ചെയ്യും, അവരുടെ കഴിവുകളെ മാക്സിമം അപ്സ്കിൽ ചെയ്യും. ഇതിലൂടെ നമ്മളുടെ ടെക്നോളജിയും നമ്മുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും മെച്ചപ്പെടുത്തി ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ പറയുന്ന എക്സ്പെൻസ്ലെസ് ആയിട്ടുള്ള ഡ്രഗ് ഡിസ്കവറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ശക്തി കൊടുക്കുക, എംപവേർഡ് ആക്കുക.
അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഒരു 1000-ഓളം ക്ലിനിക്കൽ ട്രയൽ സൈറ്റുകൾ ഇന്ത്യ ഗവൺമെന്റ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രൈം ഫോക്കസുകളിൽ ഒന്ന് ബയോ ഫാർമ ശക്തിയാണ്. അതിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഇന്ത്യ ഒരു ബയോ ഹബ്ബാക്കി മാറ്റുക, ബയോ ഫാർമ ഹബ്ബാക്കി മാറ്റുക. അടുത്ത 5 വർഷത്തേക്ക് 10,000 കോടി രൂപയാണ് ബഡ്ജറ്റിൽ ഇതിന് മാറ്റിവെച്ചിട്ടുള്ളത്. അപ്പൊ സെമി കണ്ടക്ടർ മേഖലയിലേക്ക് ഇന്ത്യ അതൊരു സെമി കണ്ടക്ടർ ഹബ്ബാക്കി മാറ്റുന്നതിന് 40,000 കോടി, ബയോ ഫാർമ ശക്തിക്ക് വേണ്ടി 10,000 കോടി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി വെക്കണം. ഇനി ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുന്ന മറ്റൊരു പ്രൈം ഫോക്കസ് എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽ സെക്ടറിലാണ്. ടെക്സ്റ്റൈൽ സെക്ടറിന് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം നമ്മുടെ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിലെ ആദ്യത്തെ പരിപാടി, 4 പരിപാടിയാണുള്ളത്. അതിൽ ആദ്യത്തെ പരിപാടിയാണ് ഈ നാഷണൽ ഫൈബർ സ്കീം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. ഈ നാഷണൽ ഫൈബർ സ്കീം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമ്മൾ സിൽക്ക്, വൂൾ, ജൂട്ട്, മാൻമെയ്ഡ് ഫൈബേഴ്സ് എന്ന് തുടങ്ങിയിട്ടുള്ള നമ്മുടെ കോട്ടൺ മാത്രമല്ല, നമ്മുടെ സിൽക്ക്, വൂള്, ജൂട്ട്, മാൻമെയ്ഡ് ഫൈബേഴ്സ് തുടങ്ങിയിട്ടുള്ള പോളിസ്റ്റർ, റയോൺ തുടങ്ങിയിട്ടുള്ളവയ്ക്കാണ് മാൻമെയ്ഡ് ഫൈബേഴ്സ്, സിന്തറ്റിക് ഫൈബേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിനെല്ലാം തന്നെ പരിപോഷിപ്പിക്കുക, ഇതിന് ഡെവലപ്മെന്റ് കൊണ്ടുവരിക. അപ്പൊ എല്ലാ തരത്തിലുള്ള ഫൈബേഴ്സും നമ്മൾ ഈ പറയുന്ന രീതിക്ക് തന്നെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വിദേശത്ത് നിന്ന് ഇത്തരത്തിലുള്ള സിന്തറ്റിക് ഫൈബേഴ്സിന്റെ ഇമ്പോർട്ട് എന്ന് പറയുന്നത് കുറയ്ക്കുക. നമ്മുടെ രാജ്യത്ത് തന്നെ ഈ പറയുന്ന ഫൈബർ യൂസേജ് എന്ന് പറയുന്നത് ഒന്നുകൂടെ അപ്സ്ക് ചെയ്യുക, അപ്ലിഫ്റ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ അതൊന്ന് പ്രൊമോട്ട് ചെയ്യുക, ഇന്ത്യൻ ഡൊമസ്റ്റിക് പ്രൊഡക്ട്സിന് കൂടുതൽ. അപ്പൊ ഇതിലൂടെയും ശക്തമായിട്ട് പറയുന്നത് ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന സെൽഫ് സഫിഷ്യൻസിയിലേക്കാണ് നമ്മൾ സ്റ്റെപ്പ് ചെയ്യുന്നത്. അപ്പൊ ടെക്സ്റ്റൈൽ സെക്ടറിൽ ഇന്ത്യ ഫോക്കസ് കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം. അതിൽ ആദ്യത്തെ പ്രൈം ഫോക്കസ് എന്ന് പറയുന്നത് നാഷണൽ ഫൈബർ സ്കീമാണ്. അപ്പൊ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് ഓൾ ഫൈബേഴ്സ് ആണ് പറയുന്നത്, സിൽക്ക്, വൂൾ, ജൂട്ട്, മാൻമെയ്ഡ് ഫൈബേഴ്സ്, എക്സെട്ര എക്സെട്ര. ഓക്കെ, ഇതാണ് നാഷണൽ ഫൈബർ സ്കീം എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പദ്ധതി കൂടി വെക്കുന്നുണ്ട്, നാഷണൽ ഹാൻഡ്ലൂം ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് പ്രോഗ്രാം. ഇന്ത്യ പോലൊരു രാജ്യം ഏറ്റവും കൂടുതൽ പരമ്പരാഗത രീതിയിലുള്ള നെയ്ത്തുകാരുള്ള ഒരു രാജ്യമാണ്. അപ്പൊ ആ പറയുന്ന വീവേഴ്സിനും ആർട്ടിസൻസിനും കൃത്യമായിട്ടുള്ള ഒരു സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക, അവർക്ക് ഈ പറയുന്ന ക്രെഡിറ്റ് പോലെയുള്ള കാര്യങ്ങൾ സപ്പോർട്ട് നൽകുക, ഇൻഷുറൻസ് പോലെയുള്ള ക്ഷേമ പദ്ധതികളുടെ ഭാഗമാക്കി മാറ്റുക, അവർക്ക് വേണ്ട ധനകാര്യ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, ചെറിയ ലോണ് കാര്യങ്ങളൊക്കെ, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. ഇതിലൂടെ അവരുടെ ഡിസൈനിങ്, ബ്രാൻഡിങ്, പ്രോഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നതിൽ അപ്സ്കിൽ ചെയ്യാം. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് മൈസൂർ സിൽക്സ് എന്ന് പറയുന്നത് കർണാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈ പറയുന്ന ഒരു ഫാബ്രിക് പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ കേരളത്തിൽ കേട്ടിട്ടുണ്ടാവും, ഇപ്പൊ പാലക്കാട് തൃശ്ശൂർ ബോർഡറിലൊക്കെ ആയിട്ട് കുത്താമ്പുള്ളി എന്ന് പറയുന്ന ഒരു നെയ്ത്ത് ഗ്രാമമുണ്ട്. അത് ഭയങ്കര ഫേമസ് ആണ്. തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് മുണ്ട് ഭയങ്കര ഫേമസ് ആണ്. സോ അത്തരത്തിലുള്ള ഈ പറയുന്ന ഹാൻഡ്ലൂം പ്രോഡക്ട്സിന് അതിന്റെ മാർക്കറ്റ് വർദ്ധിപ്പിക്കുന്നതിന് GI ടാഗുകൾ നൽകുക, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗുകൾ നിർമ്മിക്കുക. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ലോക ശ്രദ്ധ ആകർഷിക്കും, അവരെ എക്സിബിറ്റ് ചെയ്യും. അതിലൂടെ നമുക്ക് ഈ പറയുന്ന വാണിജ്യത്തിലൂടെ ഏർപ്പെടുത്തി നമുക്ക് പുരോഗതി കൊണ്ടുവരിക. അപ്പൊ നമ്മുടെ വീവേഴ്സിനും നമ്മുടെ ആർട്ടിസൻസിനും എംപവർ ചെയ്യുന്ന പദ്ധതിയാണ് നാഷണൽ ഹാൻഡ്ലൂം ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് പ്രോഗ്രാം. അപ്പൊ നമ്മുടെ ട്രഡീഷൻ എന്ന് പറയുന്നതിന് ഒരു ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇനീഷ്യൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പരിപാടിയാണ് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ വെൽഫെയർ മെഷേഴ്സും ഇവിടെ ഉറപ്പുവരുത്തുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സമർത്ഥ് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്, സമർത്ഥ് 2.0. നമ്മൾ ധരിക്കുന്നതിന് പുറമെ നമ്മുടെ ഈ പറയുന്ന ഫൈബേഴ്സ് ഉൾപ്പെടെയുള്ള ടെക്സ്റ്റൈൽസിൽ ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മളിപ്പോൾ ഇരിക്കുന്ന കസേരയിൽ ഉപയോഗിക്കുന്ന ഈ പറയുന്ന ഫാബ്രിക്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് കാറുകളിൽ, അതുപോലെ തന്നെ ഇപ്പോൾ ഷിപ്പിലാണെങ്കിലും ഫ്ലൈറ്റിലാണെങ്കിലും ഇവിടെയൊക്കെ ഈ പറയുന്ന ഫൈബേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, ഈ സീറ്റിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി. അത് പിന്നെ നമുക്കൊരു ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നേരിട്ടൊരു പ്രശ്നം എന്ന് വെച്ചാൽ PPE കിറ്റുകൾ ഉണ്ടായിരുന്നില്ല. ഈ PPE കിറ്റുകൾ എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ വെയർ ആണ്. അപ്പോൾ ഈ പറയുന്ന പരമ്പരാഗത രീതിയിലുള്ള അപ്പാരൽസിന് പുറമെ മോഡേൺ ആയിട്ടുള്ള ഒരുപാട് യൂസസ് ഉണ്ട് നമ്മൾക്ക് ഈ പറയുന്ന ഫാബ്രിക്സ് ഉപയോഗിച്ചുകൊണ്ട്. മെഡിക്കൽ രീതിയിലായിക്കോട്ടെ, ടെക്നിക്കൽ സൈഡിലായിക്കോട്ടെ, എല്ലാ മേഖലയിലും ഈ പറയുന്ന ടെക്സ്റ്റൈലിന്റെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാം. പുതിയ നൂതനമായിട്ടുള്ള ടെക്നോളജിയിലേക്ക് നമ്മൾ സ്വിച്ച് ഓവർ ചെയ്യാം. മോഡേൺ മെഷീനറികൾ ഉപയോഗിച്ചുകൊണ്ട്, ഇൻപുട്സ് ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക. അതുവഴി മാൻമെയ്ഡ് ഫൈബേഴ്സിലേക്കുള്ള ഒരു പ്രൊമോട്ട് ചെയ്യാം. നമ്മൾ പരമ്പരാഗതമായിട്ട് ഇപ്പോൾ കോട്ടൺ, ജൂട്ട്, വൂൾ പോലെയുള്ള കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ
മാൻമെയ്ഡ് ഫൈബേഴ്സിനെ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ ചീപ്പായിട്ട് ലഭിക്കുകയാണെങ്കിൽ, എക്സ്പെൻസ്ലെസ് ആയിട്ട് ലഭിക്കുകയാണെങ്കിൽ, പുതിയ മെഷീനറികൾ ഉപയോഗിച്ചുകൊണ്ട് അത് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാക്സിമം പ്രൊഡക്ടിവിറ്റിയും ലഭിക്കുന്നു, എക്സ്പെൻസും കുറയുന്നു. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന ഇൻഡസ്ട്രി മാനുഫാക്ചറിങ് മേഖലയിലേക്ക് കൂടുതൽ ആളുകളെ കൊണ്ടുവരാൻ പറ്റും. മോഡേൺ മെഷീനറികൾ കൊണ്ടുവരുന്ന സമയത്ത് സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ഉണ്ടാവും. ആ വർക്ക് ഫോഴ്സുകൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ രാജ്യത്ത് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യും. ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ് നമുക്ക് പതിയെ പതിയെ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇത്തരം ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ് പോലെയുള്ള മേഖലയിൽ ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി കുറച്ച് നമ്മുടെ സ്കിൽഡ് ലേബർ വഴി, മോഡേൺ മെഷീനറി വഴി പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിച്ച്, നമ്മുടെ സ്കിൽഡ് ആയിട്ടുള്ളത് വഴി മാൻമെയ്ഡ് ഫൈബേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിച്ച് അങ്ങനെ ഒരു മാനുഫാക്ചറിങ് സ്കില്ലിലേക്ക് സ്കിൽഡ് ഫോഴ്സിനെ തയ്യാറാക്കുന്ന ഒരു പരിപാടിയാണ് സമർത്ഥ് 2. നമ്മളതിന് നമ്മുടെ ടെക്സ്റ്റൈൽ സ്കില്ലിംഗ് എന്ന് പറയുന്നത് മോഡേണൈസ് ചെയ്യാം. മൂന്നാമത്തെ പരിപാടി. നാലാമത്തെ എന്ന് പറയുന്നത് ടെക്സ് എക്കോ ഇനീഷ്യേറ്റീവ് എന്നാണ്. അതായത് നമ്മളുടെ മാർക്കറ്റിന്, നിങ്ങളൊരു ഓർമ്മയുണ്ടോ, നമ്മളിപ്പോൾ ഈ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഇൻഡിഗോ എന്ന് പറയുന്ന ഒരു കൾട്ടിവേഷൻ നടത്തി നീല ഡൈ എന്ന് പറയുന്ന ഗ്ലോബൽ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നമ്മളുടെ പ്രൊഡക്റ്റിവിന് കോമ്പറ്റിറ്റീവ്നെസ് വർദ്ധിപ്പിക്കുക, അതായത് ഈ പറയുന്ന നമ്മളുടെ പ്രൊഡക്റ്റിന് ലോക കമ്പോളത്തിലേക്ക് കൊണ്ടുവരിക, അതിനെ പ്രൊമോട്ട് ചെയ്യുക. അത് ലോങ് ടേം വിഷനോട് കൂടിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എൻവയോൺമെന്റൽ സസ്റ്റൈനബിൾ ആയിട്ട് മാൻമെയ്ഡ് ഫൈബേഴ്സ് ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ ഈ പറയുന്ന പരിസ്ഥിതി ചൂഷണം ചെയ്യുന്നത് വേണ്ട, നമുക്ക് മാൻമെയ്ഡ് ഫൈബേഴ്സിന് ഉപയോഗിക്കാം. ടെക്നിക്കൽ പുതിയ മാനുഫാക്ചറിങ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യുക. അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് മെച്ചപ്പെടുത്തി ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് വർദ്ധിപ്പിച്ച് ലോകത്ത് മൊത്തമായിട്ട് ഒരു ഗ്രീൻ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി, അതായത് ഈ പറയുന്ന പരമ്പരാഗതമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരിസ്ഥിതി ഇപ്പൊ ജൂട്ട്, വൂള് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അതെങ്ങനെയാണ് ലഭിക്കുന്നത് നമുക്കറിയാം. അതിന് പകരം നമ്മൾ സിന്തറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന മാനുഫാക്ചറിങ് ഇതിലേക്ക് പോവുകയാണെങ്കിൽ അവരെ ഈ പറയുന്ന എൻവയോൺമെന്റിനെ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ഗ്രീൻ ആക്കി വെക്കും. കോട്ടണിന് വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. നേരെ മറിച്ച് സിന്തറ്റിക് ആയിട്ട് നമുക്ക് കുറച്ച് രീതിയിൽ തന്നെ പ്രൊഡക്ടിവിറ്റി കിട്ടുന്ന മാൻമെയ്ഡ് ഫൈബേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് സ്വിച്ച് ചെയ്യുക. അപ്പൊ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ്. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ് വർദ്ധിപ്പിക്കുക. ഇതാണ് നാലാമത്തെ പദ്ധതി. അപ്പൊ ടെക്സ്റ്റൈൽ സെക്ടറിൽ 4 ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് ആണ് കൊണ്ടുവരുന്നത്. ടെക്സ് എക്കോ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് 4ാമത്തെ പ്രോഗ്രാമാണ്. ഇതിനുവേണ്ടി പുതിയൊരു ഒരു പദ്ധതി സ്കീം ലോഞ്ച് ചെയ്യുന്നുണ്ട്. നോട്ട് ചെയ്ത് വെക്കണം. മഹാത്മാഗാന്ധി ഗ്രാം സ്വരാജ് ഇനീഷ്യേറ്റീവ്. നമ്മുടെ ഖാദി, നമ്മുടെ ഹാൻഡ്ലൂം, നമ്മുടെ ഹാൻഡിക്രാഫ്റ്റ്സിന് എംപവേർഡ് ആക്കുന്ന ഒരു പദ്ധതി. ഇതിലൂടെ ഗ്ലോബൽ മാർക്കറ്റ് വഴി നമുക്കൊരു ലിങ്കേജ് ആണ് ഇവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്രോഡക്റ്റുകളെ ബ്രാൻഡ് ചെയ്ത് അതിന് നമ്മളുടെ ഈ പറയുന്ന ലേബേഴ്സിനെ സ്കില്ല് ചെയ്തുകൊണ്ട് ആ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്ത് പ്രൊഡക്ടിവിറ്റി കൂട്ടി ആധുനികവൽക്കരിപ്പിച്ചുകൊണ്ട് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ഇതിനെ ലിങ്ക് ചെയ്യുന്നു. എന്ന് വെച്ചാൽ നമ്മൾ പരമ്പരാഗതമായിട്ട് വീവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കൊച്ചിയിൽ ഡെവലപ്പ് ചെയ്തൊരു പാലക്കാട് ചെയ്ത ഒരു കാര്യം കൊച്ചിയിൽ കൊണ്ട് മാർക്കറ്റ് ചെയ്യും, കൊച്ചിയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ആ വീവേഴ്സിന് തന്നെ ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ജില്ലയിൽ നിന്നൊരു പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ വൺ ഡിസ്ട്രിക്ട് വൺ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. ആ ഇനീഷ്യേറ്റീവിനെ പോലുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുക, അത്തരത്തിൽ വീവേഴ്സിനെ ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഡെവലപ്പ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് വീവേഴ്സ് ആൻഡ് ആർട്ടിസൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം അവർക്ക് കുറച്ചുകൂടെ എംപവേർഡ് ആകുമ്പോൾ അവിടെയും കുറേ ഓപ്പർച്യൂണിറ്റീസ്, പരമ്പരാഗതമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് ലഭിക്കുന്നു, അവിടെ സ്കിൽഡ് ആയിട്ടുള്ള യൂത്ത് വരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി വരുന്നു, രാജ്യത്തേക്ക് പണം വരുന്നു. അപ്പൊ നമ്മൾ പാലക്കാട് ഉണ്ടാക്കുന്ന, കൊല്ലത്തുണ്ടാക്കുന്ന, എറണാകുളത്തുണ്ടാക്കുന്ന, കോഴിക്കോട് ഉണ്ടാക്കുന്ന, ഒരു റൂറൽ ഏരിയാസിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിനും വൺ ഡിസ്ട്രിക്ട് വൺ പ്രോഡക്റ്റ് എന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ സ്കിൽഡ് ആയിട്ടുള്ള യൂത്ത് വന്നു, അവിടെ ആ പ്രോഡക്റ്റിന് ബ്രാൻഡ് ചെയ്തു, ആ ബ്രാൻഡ് ചെയ്ത പ്രോഡക്റ്റിന് സ്കില്ലിംഗ് പ്രോപ്പറായിട്ട് കൊടുത്തു, ട്രെയിനിങ് നൽകി, അവിടെ ക്വാളിറ്റി ഉറപ്പുവരുത്തി, അതിന് മോഡേണൈസ് ചെയ്ത് ബ്രാൻഡ് ചെയ്ത് ലോക മാർക്കറ്റിൽ അവതരിപ്പിച്ച് പ്രോഫിറ്റ് ലഭിക്കുന്ന സമയത്ത് ആ ഗ്രാമം മാത്രമല്ല രക്ഷപ്പെടുന്നത്, ടോട്ടൽ ആസ് എ ഹോൾ ആ കമ്മ്യൂണിറ്റി, ആ സൊസൈറ്റി, അതിലൂടെ രാജ്യം. അങ്ങനെയാണ് അവർ. അപ്പൊ മഹാത്മാഗാന്ധി ഗ്രാം സ്വരാജ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് വേർ അവർ ട്രഡീഷൻ മീറ്റ്സ് ഗ്ലോബൽ മാർക്കറ്റ്. മോഡേണൈസേഷനിലൂടെ നമ്മുടെ ട്രഡീഷൻ ഉണ്ടാവും, പ്രോസ്പെരിറ്റി ഉണ്ടാവും. അതിനാണ് ടെക്സ്റ്റൈൽ സെക്ടറിൽ 3 ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നിപ്പോൾ സെമി കണ്ടക്ടർ മേഖല പറഞ്ഞു, നമ്മൾ അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ഇലക്ട്രോണിക്സ് ആൻഡ് കെമിക്കൽസ് എന്ന് പറയുന്ന മേഖല, ബയോഫാമ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, ടെക്സ്റ്റൈൽ സെക്ടർ. അപ്പൊ ഈ പറയുന്ന മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെയാണ് ഇനീഷ്യേറ്റീവ്സ് എടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാര് ഈ പറയുന്ന ചോദ്യത്തിന് ഒന്ന് ഉത്തരം പറയുക.
യൂണിയൻ ബഡ്ജറ്റ് ഓഫ് ഇന്ത്യ വാസ് ഫസ്റ്റ് പ്രസന്റഡ് ഓൺ 1st February ഇൻ വിച്ച് ഇയർ? ഏത് വർഷം മുതലാണ് യൂണിയൻ ബഡ്ജറ്റ് 1st Februaryയിലേക്ക് സ്വിച്ച് ചെയ്തത്? അതൊന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ആസ്പിറൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതുപോലെയുള്ള രസകരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം താഴെ കമന്റ് ചെയ്യുക. ഇതുപോലെ ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് സ്കീംസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലത്തേക്ക് വിട പറയുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഇറ്റ്സ് ശ്യാം ശങ്കർ ഫ്രം എൻട്രി.